ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പഴഞ്ചക്ക വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ചക്കച്ചുളയുടെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 4 ഏലക്കായും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് ഫൈൻ പോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ബൗളിലേക്ക് നമുക്ക് 250 ml ഒരു കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരവിയത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയതിന് ശേഷം അതും കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഒരു തിക്നെസ് കിട്ടാനായിട്ടാണ് ഈ റവ നമ്മൾ ചേർക്കുന്നത്. റവ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴഞ്ചക്ക എല്ലാം കഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം തൊണ്ടയിൽ കുടുങ്ങുന്ന ഒന്നാണ് ഈ പഴഞ്ചക്ക. അതുകൊണ്ട് നിങ്ങൾ കളയാതെ ഇതുപോലെയുള്ള പലഹാരങ്ങൾ തയ്യാറാക്കൂ. വളരെ രുചികരമായ പലഹാരമാണിത്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു വാഴൻ്റെ ഇല നമുക്ക് എടുക്കാം. വാഴൻ്റെ ഇല ചീന്തിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വാട്ടിയെടുക്കാം. അല്ലാതെയും ഇത് വെച്ച് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുറച്ച് വാഴ ഇലയിൽ പരത്തി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതുപോലെ നമുക്ക് മടക്കാം. ഈ സൈഡിലേക്കും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം മുകളിലുള്ള 2 ഭാഗവും നമുക്കൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇങ്ങനെ വേണം ഇതിൽ ചക്കയുടെ ഈ കൂട്ട് വെച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാൻ. ഞാനിവിടെ അടുപ്പിലേക്കൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം അരിപ്പാത്തട്ട് വെച്ച് കൊടുക്കാം. അരിപ്പാത്തട്ടൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചക്കക്കൂട്ട് വെച്ച് റെഡിയാക്കിയ നമ്മുടെ ഈ ഇലയട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം നിരത്തിയിട്ടൊന്ന് വെച്ച് കൊടുക്കാൻ. ഞാനിവിടെ ഉണ്ടാക്കിയത് മുഴുവൻ ഇതുപോലെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ചക്ക ഇല അട റെഡിയായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. വളരെ രുചികരമാണ് ഇത് കഴിക്കാൻ. നിങ്ങളും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മീതത്തെ ഇലയെല്ലാം നമുക്ക് കളഞ്ഞു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഈ ചക്ക അട കിട്ടുക. വളരെ രുചികരമായ ഈ അട നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.